and welcome back to yet another class with Learn Tips Malayalam. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് NCERT Snapshot textbookലെ Chapter 7 Birth written by A.J. Cronin. Chapter 7 Birth by A.J. Cronin. In this excerpt from the Citadel, Andrew Manson, newly out of medical school, has just begun his medical practice as an assistant to Dr. Edward Page in the small Welsh mining town of Blaney. As he is returning from a disappointing evening with Christine, the girl he loves, he is met by Joe Morgan. Joe and his wife, who have been married nearly 20 years, are expecting their first child. ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ A.J. ക്രോണിൻ്റെ ദ സിറ്റാഡൽ എന്ന് പറയുന്ന നോവലിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു എക്സ്ട്രാക്റ്റാണ് ഇത്. പുതിയതായി മെഡിക്കൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടർ ആൻഡ്രൂ മാൻസൺ എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ ഒരു കുട്ടിയുമായിട്ടുള്ള ബർത്ത് സംഭവിക്കുമ്പോൾ ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു ദിവസം ഡോക്ടർ ആൻഡ്രൂ വീട്ടിലേക്ക് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഈവനിങ്ങിൽ അദ്ദേഹം സ്നേഹിക്കുന്ന കുട്ടിയുടെ പേര് പറയുന്നുണ്ട് ക്രിസ്റ്റീൻ. ആ കുട്ടിയുമായിട്ട് എന്തോ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് നടന്ന് അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് വരുന്ന വഴിക്കാണ് ജോ മോർഗൻ എന്ന് പറയുന്ന ഒരാളിനെ കണ്ടുമുട്ടുന്നത്. ജോ ആൻഡ് ഹിസ് വൈഫ് അവർ 20 വർഷമായിട്ട് കല്യാണം കഴിച്ചിരിക്കുകയാണ്. അവർ അത്രയും കൊല്ലത്തിന് ശേഷം അവർക്ക് ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സോ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത്. Though it was nearly midnight when Andrew reached Bringover, he found Joe Morgan waiting for him, walking up and down with short steps between the closed surgery and the entrance to the house. സോ ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ആൻഡ്രൂ ഒരു ഡോക്ടറാണെന്നും അദ്ദേഹം ബ്രിൻഗോവറിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം മിഡ് നൈറ്റിൽ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ജോ മോർഗനെ കാണുന്നത്. ജോ മോർഗൻ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഡോക്ടർ നോക്കുമ്പോൾ ജോ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും ആൻഡ്രൂവിൻ്റെ ഹൗസിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വഴിയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. At the sight of him, the burly driller's face expressed relief. Doctor, I'm glad to see you. I've been back and forward here this last hour. The missus wants ye before time too. ജോ ഒരു മൈനിലെ ഡ്രില്ലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാണ്. ബർലി എന്ന വേർഡ് മീനിങ് സ്ട്രോങ് അല്ലെ ഹെവിലി ബിൽഡ് എന്നൊക്കെയാണ്. അങ്ങനെ ഡോക്ടറിനെ കാണുമ്പോൾ, ഡോക്ടർ ആൻഡ്രൂവിനെ കാണുമ്പോൾ ജോയ്ക്ക് വളരെ റിലീഫ് തോന്നുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ജോ എന്നിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങളെ കണ്ടതിൽ എന്ന് പറഞ്ഞു. 1 മണിക്കൂറായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും ആൻഡ്രൂസിൻ്റെ റൂമിൻ്റെ എൻട്രൻസ് വഴി ഇങ്ങനെ 1 മണിക്കൂറായിട്ട് അദ്ദേഹം നടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ജോ എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഉടനെ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന്. ഇവിടെ ദ മിസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഒരു വേർഡ്. മിസ്സസ് എന്ന് പറഞ്ഞാൽ വൈഫാണ്. ആൻഡ് വൺസ് യേ ബിഫോർ ടൈം ടു. യേ എന്ന് പറഞ്ഞാൽ യു എന്നാണ് വേർഡ് മീനിങ്. ആൻഡ്രൂ abruptly recalled from the contemplation of his own affairs, told Morgan to wait. He went into the house for his bag, then together they set out for number 12 Blaina Terrace. ഡോക്ടർ ആൻഡ്രൂ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ ഇങ്ങനെ ആലോചിച്ച് വളരെ വറീഡായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ആ തിങ്കിങ് ഒക്കെ മാറ്റിയിട്ട് ഇമ്മീഡിയറ്റായിട്ട്, അബ്രപ്റ്റ്ലിയുടെ വേർഡ് മീനിങ് ആണ് ഇമ്മീഡിയറ്റ്ലി. അബ്രപ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻലി, ക്വിക്ക്ലി, ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ പറയാം. അങ്ങനെ ഇമ്മീഡിയറ്റായിട്ട് ആ ഡോക്ടർ ചിന്തിച്ചത് കൊണ്ട് ഇരുന്നത് അത് നിർത്തിയിട്ട് മോർഗനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് നേരം. എന്നിട്ട് അദ്ദേഹം ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ബാഗും എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെയാണ് ബ്ലെയ്ന ടെറസിലേക്ക് പോകുന്നത്. അവിടെയാണ് ഈ ജോ മോർഗൻ താമസിച്ചിരുന്നത്. ഭാര്യയും ഒക്കെ ഇപ്പോൾ അവിടെ
ഗ്ലീന ടെറസിലാണ് ഉള്ളത്. The night air was so cool and deep with quiet mystery. Usually so perceptive, Andrew now felt dull and listless. അന്നത്തെ ആ രാത്രി വളരെ കൂളും സൈലൻറ്റും നിറഞ്ഞതായിരുന്നു. നോർമലി ആൻഡ്രൂ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് വളരെ ഡള്ളായിട്ടായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതിന് കാരണം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ക്രിസ്റ്റീനുമായിട്ട് ഒരു വഴക്കോ എന്തോ ഉണ്ടായി. അത് കാരണം അദ്ദേഹം വളരെ ഡള്ളായിരുന്നു. He had no premonition that this night call would prove unusual, still less that it would influence his whole future in blindly. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ്രൂവിന് ഒരു ഫീലിംഗ് അല്ല ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നില്ല, മുൻകൂട്ടി ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് എന്നത്തെയും രാത്രിയെ പോലെ അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിട്ടില്ല. പ്രീമോണിഷൻ എന്ന് വെച്ചാൽ അഡ്വാൻസ് സിഗ്നൽസ് അല്ലെ ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയും. അതേപോലെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അഫക്റ്റ് ചെയ്യുക, ഇമ്പാക്റ്റ് ചെയ്യുക എന്നൊക്കെ അതിൻ്റെ മീനിങ് വരും. ഡോക്ടർ ആൻഡ്രൂവിന് ഒട്ടും ഗസ് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ ഒരു രാത്രിയിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനിൽ സംഭവിക്കും, അദ്ദേഹത്തിൻ്റെ ഈ ഡോക്ടർ എന്ന പദവിയിലേക്ക് സംഭവിക്കുന്ന ഒരിക്കലും ഒരു ഗസ്സിങ് ഉണ്ടായിരുന്നില്ല. The two men walked in silence until they reached the door of number 12. Then Joe drew up short. "I'll not come in," he said, and his voice showed signs of strain. "But man, I know you will do well for us." ഇവർ രണ്ടുപേരും, ആരൊക്കെ? ജോ മോർഗനും ഡോക്ടർ ആൻഡ്രൂവും കൂടെ ജോയുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവായിരുന്നു. പെട്ടെന്ന് അവരുടെ വീടെത്തിയപ്പോഴത്തേനും ജോ അവിടെ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, "ഞാൻ വീട്ടിൽ ഉള്ളിലേക്ക് വരുന്നില്ല" എന്ന് ഭയങ്കര വറീഡ് ആയിട്ടുള്ള ഒരു ശബ്ദത്തിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജോയ്ക്ക് നല്ല കോൺഫിഡൻസും ഉണ്ടായിരുന്നു. ഡോക്ടർ ആൻഡ്രൂ ഇദ്ദേഹത്തിന് ബെസ്റ്റായിട്ടുള്ള കാര്യമേ ചെയ്യത്തുള്ളൂ എന്ന് ഒരു കോൺഫിഡൻറ്റും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. Inside, a narrow stair led up to a small bedroom, clean but poorly furnished and lit only by an oil lamp. Here, Mrs. Morgan's mother, a tall, grey-haired woman of nearly 70, and the stout, elderly midwife waited beside the patient, watching Andrew's expression as he moved about the room. ഇവിടെ ജോ മോർഗൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡോക്ടർ ആൻഡ്രൂ അവരുടെ റൂമിനുള്ളിലേക്ക് അല്ല വീടിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു നാരോ ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ആൻഡ്രൂ അവരുടെ ബെഡ്റൂമിലേക്ക്, ജോ മോർഗൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ബെഡ്റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും ബെഡ്റൂം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചെറുതാണ്, പക്ഷേ നല്ല വൃത്തിക്ക് തന്നെ ഉള്ളൊരു ബെഡ്റൂമാണ്. അവിടെ അധികം ഫർണിച്ചറായിട്ടൊന്നുമില്ല, ഫർണിച്ചറൊന്നും അത്ര കൊള്ളാവുന്നതൊന്നുമല്ല. ഒരു ഓയിൽ ലാമ്പ് ഉണ്ട് അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മിസ്സസ് മോർഗൻ്റെ മദർ ആ റൂമിലുണ്ടായിരുന്നു. അവർ അത്യാവശ്യം നല്ല നീളമുള്ള 70 വയസ്സ് പ്രായമുള്ള ഒരാളായിരുന്നു. അവരുടെ മുടിയൊക്കെ നല്ല നരച്ചിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ വേറൊരു മെയ്ഡ്, ഒരു വേലക്കാരി, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വേലക്കാരി ആ റൂമിലുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മിസ്സസ് മോർഗൻ്റെ അടുത്ത് തന്നെയായിരുന്നു നിന്നത്. ഈ ഡോക്ടർ റൂമിലേക്ക് കയറി വരുന്നത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഡോക്ടർ ആൻഡ്രൂവിനെ നോക്കി നിൽക്കുകയാണ്. "Let me make you a cup of tea, Dr. Bash," said the former quickly after a few moments. ഡോക്ടറിനെ കണ്ട ഉടനെ മിസ്സസ് മോർഗൻ്റെ മദർ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ആൻഡ്രൂവിനൊരു കോഫി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. കോഫിയല്ല, ടീ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഓഫർ ചെയ്തിട്ട് അതുണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആൻഡ്രൂ സ്മൈൽഡ് faintly. He saw that the old woman, wise in experience, realized there must be a period of waiting, that she was afraid he would leave the case, saying he would return later. അങ്ങനെ മിസ്സസ് മോർഗൻ്റെ മദർ ടീ ഒക്കെ ഓഫർ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ ആൻഡ്രൂ അവരെ നോക്കി ചിരിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ഈ സ്ത്രീക്ക് വളരെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഇൻ്റലിജൻറ്റുമാണ് ഇവരെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈ സ്ത്രീക്കും മനസ്സിലായി
എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും, പെട്ടെന്ന് തീരുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡോക്ടറിനെ പറഞ്ഞു വിടാൻ കഴിയില്ല, പിന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു വിടാനും കഴിയില്ല എന്ന് അവർക്കും ആ ഒരു മനസ്സിൽ ഒരു ബോധം, അങ്ങനെ ഒരു ബോധം അവർക്ക് ഉണ്ടായിരുന്നു. Don't fret, mother, I will not run away. Down in the kitchen, he drank the tea which she gave him. Overwrought as he was, he knew he could not snatch even an hour sleep if he went home. ഡോക്ടർ ആൻഡ്രൂ ഇങ്ങനെ മിസ്സസ് മോർഗൻ്റെ മദർ ഇങ്ങനെ പെട്ടെന്ന് ഒക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നുണ്ട്, അമ്മേ അധികം ധൃതി ഒന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ കാണും, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഈ കിച്ചൺ ഉണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ ആൻഡ്രൂ കിച്ചണിലേക്ക് വന്നിട്ട് ചായ കുടിക്കുകയാണ്. ഈ സമയങ്ങളിലൊക്കെ ആൻഡ്രൂ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അദ്ദേഹത്തിന് മനസ്സിൽ വിചാരിക്കുന്നത്, അദ്ദേഹം തിരിച്ച് വീട്ടിൽ ഇത് കഴിഞ്ഞ് പോയാലും എനിക്ക് അധികം ഉറങ്ങാൻ കഴിയില്ലായിരിക്കും എന്നൊക്കെ ഒരു, കാരണം നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ട് അദ്ദേഹം വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ 2 ന്യൂ വേർഡ്സ് നമുക്ക് കാണാൻ സാധിക്കും, ഫ്രെറ്റും ഓവർറോട്ടും. ഫ്രെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹറിയായിട്ട്, ടു ഹറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓവർറോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ടയേർഡ്, വെരി ടെൻസ് ആൻഡ് വെരി ടയേർഡ് എന്നൊക്കെയാണ് അതിൻ്റെ വേർഡ് മീനിങ്. ഹീ ന്യൂ ടു ദാറ്റ് ദ കേസ് ഹിയർ would demand all his attention. A queer lethargy of spirit came upon him. He decided to remain until everything was over. ഡോക്ടർ ആൻഡ്രൂ വളരെ ബോധമായിട്ട് നിൽക്കുന്ന ഡോക്ടർ ആൻഡ്രൂ വളരെ അവെയർ ആയിരുന്നു. അദ്ദേഹം ഈ പേഷ്യൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളൊരു അവെയർനെസ് പുള്ളിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എ ക്വീർ ലെഥാർജി. ക്വീർ എന്ന് വെച്ചാൽ സ്ട്രേഞ്ച് എന്നാണ്, ലെഥാർജി എന്ന് വെച്ചാൽ ലേസിനെസ്. ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഉള്ള ഒരു ലേസിനെസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അപ്പം കടന്നു വന്നു. എന്നിട്ടും അദ്ദേഹം ഈ വീട്ടിൽ തന്നെ നിൽക്കുവാൻ ഡിസൈഡ് ചെയ്യുവാണ്. An hour later he went upstairs again, noted the progress made, came down once more, sat by the kitchen fire. It was still except for the rustle of cinder in the grate and the slow tick-tock of the wall clock. അങ്ങനെ ഡോക്ടർ ആൻഡ്രൂ 1 hour കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുകയാണ്, പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം പിന്നെയും താഴെ വന്നിട്ട് ആ കിച്ചണിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. ഈ കോൾ ഇങ്ങനെ കത്തുന്നതും അതേപോലെ തന്നെ ക്ലോക്കിലുള്ള ഈ ടിക് ടിക് ശബ്ദവും ഒഴിച്ചാൽ മറ്റുള്ളത് ശബ്ദങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാം സൈലൻ്റ് ആയിരുന്നു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. No, there was another sound, the beat of Morgan's footsteps as he paced in the street outside. The old woman opposite him sat in her black dress, quite motionless, her eyes strangely alive and wise, probing, never leaving his face. മറ്റൊരു ശബ്ദങ്ങളുമില്ല, സൈലൻ്റ് ആണ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത്. അല്ലല്ലോ, ഒരു സൗണ്ടും കൂടെ ഉണ്ട്. അതെന്താണെന്ന് പറയുകയാണ്, മോർഗൻ്റെ ഫുട് സ്റ്റെപ്പാണ്. അദ്ദേഹം സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അമ്മ ധരിച്ചിരുന്ന വസ്ത്രത്തിനെ പറ്റിയാണ് പിന്നീട് പറയുന്നത്. ഒരു കറുത്ത ഡ്രസ്സായിരുന്നു അവരിട്ടിരുന്നത്. അവർ ഡോക്ടർ ആൻഡ്രൂവിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരിപ്പുണ്ടായിരുന്നു. അവരവിടെ നിന്നും അനങ്ങുന്നില്ലായിരുന്നു. അവരുടെ കണ്ണുകൾ ആൻഡ്രൂവിലേക്ക് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. അവർക്കെന്തോ ചോദിക്കണം എന്നുള്ളൊരു അർത്ഥത്തിലായിരുന്നു അവരുടെ നോട്ടം. ഇതിന് നമുക്ക് ഈ പാരഗ്രാഫിൽ അറിയാത്തതായിട്ട് 3 വേർഡ്സ് കാണാൻ സാധിക്കും. ബീറ്റ് എന്ന വേർഡിൻ്റെ മീനിങ് സൗണ്ട്, പേസ്റ്റ് എന്ന് വെച്ചാൽ വാക്ക് ചെയ്യുക, പ്രോബിങ് എന്ന് വെച്ചാൽ ലുക്കിംഗ് ആസ് ഇഫ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന രീതിയിൽ നമ്മൾ ഒരാളെ നോക്കുമല്ലോ, അതിനാണ് പ്രോബിങ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പാരഗ്രാഫ്, his thoughts were heavy, muddled. The episode he had witnessed at Cardiff station still obsessed him morbidly. ഇവിടെ ഹെവി മഡൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഡൽഡിൻ്റെ മീനിങ് മിക്സ്ഡ് അല്ലെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഡോക്ടർ ആൻഡ്രൂ അദ്ദേഹത്തിൻ്റെ തോട്ട്സിൽ വളരെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു.
അതുപോലെ തന്നെ അദ്ദേഹം വളരെ അദ്ദേഹത്തിന് ഗേൾ ഫ്രണ്ടുമായിട്ട് അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് വളരെ അദ്ദേഹത്തിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. ഒബ്സെസ്ഡ് എന്ന് വെച്ചാൽ ഡീപ്ലി അഫക്റ്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് ഗേൾ ഫ്രണ്ടുമായിട്ടുണ്ടായിരുന്ന ആ ഫൈറ്റ് ഭയങ്കര അൺപ്ലസൻ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. വളരെ സങ്കടവും അദ്ദേഹത്തിന് തോന്നിയിരുന്നു. He thought of Bramwell, foolishly devoted to a woman who deceived him sordidly, of Edward Page, bound to the shrewish bloodwen, of Denny, living unhappily apart from his wife. സോ ഇവിടെയൊക്കെ ഓരോ ഹസ്ബൻഡിലെ ഓരോ കപ്പിളിൻ്റെ കാര്യമാണ് ആൻഡ്രൂ ഇരുന്ന് ചിന്തിക്കുന്നത്. അവരുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയാണല്ലോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ആൻഡ്രൂ ബ്രാംവെൽ എന്ന ഒരാളിനെ പറ്റി കാണുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ്, എത്ര ലോയലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വൈഫും എങ്ങനെയാണ് അവരെ ഡിസീവ് ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാളുടെ കാര്യം ആലോചിക്കുന്നുണ്ട്, എഡ്വേർഡ് പേജ്. അവരുടെ ഇത്രയും വഴക്കുണ്ടാക്കുന്ന ഒരു വൈഫ് ബ്ലൗഡ്വെൻ്റെ കൂടെ അവർ താമസിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാനി എന്ന് പറയുന്ന ഒരാളുടെ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ ഭാര്യയുമായിട്ട് താമസിക്കുന്നത് എന്നൊക്കെയാണ് അന്നേരം അവിടെ ഇരുന്ന് ഡോക്ടർ ആൻഡ്രൂ ചിന്തിക്കുന്ന കാര്യങ്ങൾ. His reason told him that all these marriages were dismal failures. It was a conclusion which in his present state made him wince. അങ്ങനെ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ആൻഡ്രൂവിന് ഒരു ലോജിക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നടന്ന മാരേജസ് എല്ലാം വളരെ ഫെയിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ തോട്ട്സും അദ്ദേഹത്തിനെ വളരെ വിഷമത്തിലാക്കിയായിരുന്നു. He wished to consider marriage as an idyllic state. Yes, he could not otherwise consider it with the image of Christine before him. Her eyes shining towards him admitted no other conclusion. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ആൻഡ്രൂവിന് എല്ലാ മാരേജും ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് മാരേജ് ആയിരിക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും അത് പെർഫെക്റ്റ് അല്ല എന്നൊരു രീതിയിൽ ചിന്തിക്കാൻ അദ്ദേഹത്തിന് ഒരു സിറ്റുവേഷനിലും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ എപ്പോഴും ഡോക്ടർ ആൻഡ്രൂ ചിന്തിച്ചിരുന്നത് ക്രിസ്റ്റീൻ, ഗേൾ ഫ്രണ്ടായ ക്രിസ്റ്റീനെ പറ്റിയായിരുന്നു. അവരുടെ കണ്ണുകളെ പറ്റിയും ഒക്കെ, തിളങ്ങുന്ന കണ്ണുകളും ഒക്കെ ആയിരുന്നു അവർക്കുള്ളത്. മറ്റൊരു സ്റ്റേറ്റ് ഓഫ് മാരേജിലേക്ക് അദ്ദേഹം ചിന്തിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനെ പറ്റി ചിന്തിച്ചത്, അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ക്രിസ്റ്റീനുമായിട്ടുള്ള കല്യാണം വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നൊരു തോട്ടായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹിസ് ലെവൽ ഡൗട്ടിംഗ് മൈൻഡ് ആൻഡ് ഹിസ് ഓവർഫ്ലോയിങ് ഹാർട്ട് വിച്ച് ലെഫ്റ്റ് ഹിം റിസെൻറ്റ്ഫുൾ ആൻഡ് കൺഫ്യൂസ്ഡ്. ഇറ്റ് വാസ് എ കോൺഫ്ലിക്റ്റിൻ്റെ മീനിങ് ഡിസ്അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് എന്ന് പറയും. ലെവൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് റീസണിനെയാണ്. ഓവർഫ്ലോയിങ് ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ഫുൾ ഓഫ് ഇമോഷൻസ്. റിസെൻറ്റ്ഫുൾ എന്ന് വെച്ചാൽ ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ സാഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലോജിക്ക് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡിലും അതേപോലെ ഹാർട്ടിലും കുറേ ഇമോഷൻസ് കാരണം ഡൗട്ട്സും എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. അതേപോലെ തന്നെ അദ്ദേഹം വളരെ ഇറിറ്റേറ്റഡും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. He let his chin sink upon his chest, stretched out his legs, stared broodingly into the fire. He remained like this so long and his thoughts were so filled with Christine that he started when the old woman opposite suddenly addressed him. Her meditation had pursued a different course. അങ്ങനെ ഡോക്ടർ ആൻഡ്രൂവിൻ്റെ താടി അദ്ദേഹത്തിൻ്റെ ചെസ്റ്റുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാല് നിവർത്തി വെച്ചു, കംഫർട്ടബിളായിട്ടിരിക്കാൻ നിവർത്തി വെച്ചു. ബ്രൂഡിംഗ്ലി എന്ന് വെച്ചാൽ തിങ്കിങ് ഡീപ്ലി. അങ്ങനെ അവിടെയുള്ള ഒരു ഫയറിൽ അദ്ദേഹം ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ലൈഫിനെ പറ്റി അദ്ദേഹം വളരെ ഗാഢമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ആ പൊസിഷനിൽ തന്നെ അദ്ദേഹം കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു. ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം ക്രിസ്റ്റീനെ പറ്റിയായിരുന്നു. പെട്ടെന്ന് ആ ഓൾഡ് വിമൻ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലോടെ അദ്ദേഹം എണ്ണീക്കുകയാണ് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മളോട് പറയുന്നത്.
Susan said not to give her the chloroform if it would harm the baby. She is awful set upon this child, Dr. Bash. Her old eyes warmed at a sudden thought. She added in a low tone, we all are, I fancy. സൂസൻ എന്ന പേരാണ് ഈ മോർഗൻ്റെ വൈഫിൻ്റെ പേരാണ്. ഇപ്പോഴാണ് ആ പേര് പറയുന്നത്. അങ്ങനെ ഈ മദർ പറയുകയാണ് സൂസന് ക്ലോറോഫോം അവോയ്ഡ് ചെയ്യണം, കാരണം അത് ബേബീനെ അഫക്റ്റ് ചെയ്യും, ഹാം ചെയ്യും എന്നാണ് സൂസൻ പറയുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അവൾ ഈ ബേബിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ അത് പറയുമ്പോൾ ഈ അമ്മയുടെ മുഖത്തും കണ്ണുകളിലും ഒക്കെ ഒരു തിളക്കമുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ മക്കളുമായിട്ടും വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന്. He collected himself with an effort. It won't do any harm, the anesthetic, he said kindly. They will be all right. അങ്ങനെ കുറേ എഫേർട്ടൊക്കെ എടുത്തിട്ട് ആൻഡ്രൂവിന് മനസ്സിലായി ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹം റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ബേബിക്ക് ഒരു ഹാമോ ഉണ്ടാവത്തില്ല, അമ്മയും കുഞ്ഞും സേഫായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ എന്നുള്ളൊരു മറുപടിയാണ് കൊടുക്കുന്നത്. Here the nurse's voice was heard calling from the top landing. Andrew glanced at the clock which now showed 3:30. He rose and went up to the bedroom. He perceived that he might now begin his work. അങ്ങനെ ഈ അമ്മയും ഡോക്ടർ ആൻഡ്രൂ തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നേഴ്സിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നത്. അത് ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നിന്നായിരുന്നു. ആൻഡ്രൂ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി. അപ്പം നോക്കിയപ്പോൾ 3:30 മണിയായി. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റിട്ട് ബെഡ്റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം ഡിസൈഡ് ചെയ്തു എൻ്റെ വർക്ക് തുടങ്ങാൻ സമയമായി എന്ന്. അതായത് കുട്ടീനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. An hour elapsed. It was a long, harsh struggle. Then, at the first streak of dawn strayed past the broken edges of the blind, the child was born, lifeless. An hour elapsed എന്ന് വെച്ച് കഴിഞ്ഞാൽ past. 1 മണിക്കൂർ കഴിഞ്ഞു. സൂസന് വളരെ ഡിഫിക്കൾട്ടായിട്ടും വളരെ വേദന നിറഞ്ഞൊരു സമയമായിരുന്നു അത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ രാവിലെ ആകുമ്പോൾ ഒരു വെട്ടം നമുക്ക് അടിക്കുമല്ലോ, ഒരു ചെറിയ വെട്ടം പോലെ. അങ്ങനെ കർട്ടനിൽ നിന്നൊരു വെട്ടം അടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കുട്ടി ജനിക്കുകയാണ്. പക്ഷെ നോക്കുമ്പോൾ എന്താണ്, കുട്ടി ഡെഡാണ്. സോ ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പാർട്ട് 2 ആയിട്ടായിരിക്കും. സോ ഇത് കേട്ടിട്ട് മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ദയവായിട്ട് പറയുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.